ജിമ്മി, ഒരുപാട് വിവാദങ്ങൾ ഇതിനിടയ്ക്ക് വന്നു. അതിലാദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. വലിയ രീതിയിൽ സർക്കാർ പ്രതിരോധത്തിലാവുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുന്നത്. അപ്പോൾ രണ്ടിലേതാണ് ചർച്ചയാവുക? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ സംസ്ഥാനം പൊതുവിൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ അത്ര വരാറില്ല. പക്ഷേ ഇത്തവണ അത് മാറുമോ? വിവാദങ്ങൾ ചർച്ചയാവുമോ? പൊതുരീതി അതാണെങ്കിലും വിവാദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലം തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓഗസ്റ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശബ്ദ സന്ദേശം ആദ്യമായി പുറത്തു വരുന്നത്. അതിനുശേഷം ഒരു മാസം കഴിയുമ്പോൾ ശബരിമലയിലെ കൊട്ടിഘോഷിച്ച് നടന്ന ശബരിമല വിശ്വാസ സംഗമം വരുന്നു. അതിനുശേഷം ഒരു മാസം കഴിയുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വാർത്തയായി വരുന്നു. ഇങ്ങനെ ഈ 2-3 വിവാദങ്ങളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള മാസങ്ങൾ സജീവമായി നിൽക്കുകയും അത് ഉയർന്നു വരികയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്. ഒരു വല്ലാത്ത ബഹളമാണ്. എല്ലാവരും അവരവർക്ക് വേണ്ട കാര്യങ്ങളായി എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളം പകുതി തെരഞ്ഞെടുപ്പിൻ്റെ നാളെ കൊട്ടിക്കലാശം കഴിഞ്ഞാൽ പകുതി കേരളം വോട്ടെടുപ്പിലേക്ക് നീങ്ങാനും പോവുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ വിഷയം സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് നടന്ന ഒരു ദിവസം കൂടിയാണല്ലോ ഇന്ന്. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിവാദങ്ങളൊന്നും വോട്ടായി മാറാറില്ല എന്നുള്ളതാണ് സത്യമെന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് ഇപ്പോൾ 2020-ലായാലും 2015-ലായാലും ഇത്തരം വലിയ വിവാദങ്ങളുടെ പുറകെ പോയിട്ടൊന്നും അതൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. അന്നും ഒരു 2020-ലും ഒരു സ്വർണ്ണമായിരുന്നു വിഷയം. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പിന്നാലെയായിരുന്നു. പക്ഷേ അതൊന്നും വോട്ടായി മാറിയില്ല എന്നുള്ള 2020 നമ്മൾ കണ്ടതാണ്. 2020 വോട്ടായി മാറിയില്ല എന്നുകൊണ്ട് 2025 വോട്ടായി മാറില്ല എന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷേ പൊതുരീതി അങ്ങനെയാണ്. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രത്യേക സവിശേഷ കേസായി എല്ലാവരും പറയുന്ന സാഹചര്യത്തിൽ കേരളം എന്തായാലും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കേരളമായ വിഷയത്തിൽ സജീവമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പുറത്തു പറയുന്നുമുണ്ട്. ഇന്നത്തെ പ്രത്യേകത, ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കാൻ ഓടിച്ച പോലീസിന് ഇനിയിപ്പോൾ പിടിക്കണ്ട എന്ന ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതമായ ദിവസമാണ്. കോടതി അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുത്, പ്രതിക്ക് പറയാനുള്ളത് കേൾക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഹൈക്കോടതി വിശദമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി പുതിയൊരു വാദവും മുന്നോട്ട് വരുന്നു. എന്തുകൊണ്ട് ഇതുവരെ പിടിച്ചില്ല? ഇത് 10-ാം ദിവസമാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഒരു പുതിയ വാദം, പുതിയതല്ല, അത് പഴയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണ കേരളത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഒരാൾ പോയാൽ അങ്ങനെ ഒരാളെ നമ്മൾ പിടിക്കാറില്ല. പിടിക്കേണ്ടത് നിയമമൊന്നുമില്ലാന്ന് മുഖ്യമന്ത്രിക്കറിയാം, അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു രീതിയില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിച്ചില്ല. അപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസ് തുടങ്ങി അന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയിൽ പോയി. കോടതി ഇത് പരിഗണിച്ചു തുടങ്ങി. അങ്ങനെയല്ലല്ലോ. കഴിഞ്ഞ വ്യാഴാഴ്ച നവംബർ 27-ാം തീയതി കേസ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിൻ്റെ നടുക്ക് നിന്ന് മുങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഒരു കടലാസ് പോയിട്ടില്ല. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായർ, തിങ്കളാഴ്ച ആകുമ്പോഴാണ് കോടതിയിലേക്ക് കടലാസ് വരുന്നത്. അപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ എവിടെയൊക്കെ പോയി ഒളിച്ചു പോയിരുന്നു. കേരള പോലീസ് വിചാരിച്ചാലും പിടിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ സർക്കാരിനെ അനുകൂലിക്കുന്നവരും സർക്കാരിനകത്തുള്ളവരും പോലീസും ഒക്കെ പറയുന്നത്. അപ്പോൾ ആ 4 ദിവസം എങ്ങനെ കൈവിട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയ ആളെ ഞങ്ങൾ പിടിക്കാറില്ല എന്നാണ്. അതൊരു പൊതുരീതിയുമാണെന്ന് പറയുന്നു. ശരിയുമാണ്. പക്ഷേ മുൻകൂർ ജാമ്യത്തിന് പോകുന്നതിന് മുമ്പുള്ള 4 ദിവസം ഉണ്ടായിരുന്നല്ലോ സർക്കാരെ, അത് ചെയ്തില്ലല്ലോ. ഇതാണ് ഇന്ന് വിവാദത്തിൻ്റെ ഏറ്റവും പുതിയ ഘട്ടം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ. എന്ന് മാത്രമല്ല, പൊതുരീതിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് CPM അവലംബിച്ചത്? ഇതിനു മുമ്പ് സ്ത്രീ പീഡന കേസുകളിൽ റേപ്പ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ റേപ്പ് തന്നെയോ ഉന്നയിക്കപ്പെട്ട കേസുകളിൽ എങ്ങനെയാണ് കേരളം പരിഗണിച്ചിട്ടുള്ളത്? അവരുടെ രാജി പോലും ആവശ്യപ്പെടാതെ, അവരെ പൊതുസ്ഥലങ്ങളിൽ തടയുമെന്ന് പ്രഖ്യാപിക്കാതെ, അവരുടെ ജോലി സുഗമമായി തുടരാൻ അനുവദിച്ചുകൊണ്ട് മന്ത്രി എങ്ങനെ വേണമെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമെന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്താ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എക്സെപ്ഷണൽ കേസാണ്. ഇതൊരു പ്രഡേറ്ററാണ്. അദ്ദേഹത്തിന് ഒരു മറ്റുള്ളവരെ താരതമ്യം ചെയ്യുന്നത് പോലെ ഇത് താരതമ്യം ചെയ്യരുതെന്നാണ്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ മറ്റ് കേസുകളിലെ പ്രതികൾക്ക് നിങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന ആനുകൂല്യത്തിൽ എങ്ങനെയാണ് പെടുക? രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യത്യസ്തനാണ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ കേരളത്തിൻ്റെ പൊതുരീതി രാഹുൽ മാങ്കൂട്ടത്തിന് ബാധകമാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അതേ വാദം ഉന്നയിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കേരളത്തിൻ്റെ പൊതുരീതി ബാധകമല്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ 2 വാദങ്ങളും പൊളിയുകയാണ്. ഒന്ന്, മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആൾ പോയാൽ ഞങ്ങൾ പിടിക്കാറില്ല. മറുപടി, 4 ദിവസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് പോകുന്നതിന് മുമ്പ്. അതോ അതിനവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു? 2, രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുൻകൂർ ജാമ്യവുമായി അദ്ദേഹം കോടതിയിൽ പോയാൽ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന കേരളത്തിൻ്റെ പൊതുരീതി രാഹുൽ മാങ്കൂട്ടത്തിലിന് ബാധകമാവില്ല. കേരള സർക്കാരിൻ്റെയും CPMൻ്റെയും വാദമനുസരിച്ച്. കാരണം മറ്റ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ, ജനപ്രതിനിധികളെ ഈ കേസുകളിൽ എതിരിട്ടതുപോലെയല്ല നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെട്ടത്. നിങ്ങൾ ഇതൊരു എക്സെപ്ഷണൽ കേസാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി പ്രവർത്തിക്കാൻ പറ്റില്ലെന്നും അയാളെ പുറത്താക്കണമെന്നും അയാളെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് പ്രകടനം നടത്തിയതാണ്.
അങ്ങനെ ഒരു പ്രകടനം ഇതുവരെ ആരും നടത്തിയിട്ടില്ലല്ലോ മറ്റ് MLA മാർക്കെതിരെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും വാദങ്ങൾ നിലനിൽക്കില്ല. സർക്കാർ പെട്ട ഒരു ദിവസം കൂടിയാണ്. 10 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തുകൊണ്ട് പിടിച്ചില്ല എന്നതിന് പുതിയൊരു ന്യായം ചമയ്ക്കാൻ ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രിയും. ആ ഒരു വാദമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിന് മറുപടിയായി CPM ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധമാണ് ഉയർത്തി കാണിക്കുന്നതും അതൊരു പ്രധാനപ്പെട്ട സംഭവമായി പറയാനുമാണ് മുഖ്യമന്ത്രി ഇന്നലെ ശ്രമിച്ചത്, ഇന്ന് ശ്രമിച്ചത്. നാളെ അദ്ദേഹം കോഴിക്കോടാണ്. സ്വാഭാവികമായും കോഴിക്കോട് ഇത് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട വാദം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ മറ്റു പല ചോദ്യങ്ങളും കഴിഞ്ഞ് ഈ ചോദ്യം സദസ്സിൽ നിന്ന് വരുന്നുവെന്ന് തോന്നുന്നു. പാർട്ടി പത്രത്തിൻ്റെ ആളാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പെടുത്ത് വെച്ച് വളരെ വിശദമായി 10-12 മിനിറ്റ് ഈ വാദം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയായിരുന്നു. ചോദ്യത്തിന് ഉത്തരമാണേ, പക്ഷേ തയ്യാറെടുത്ത് വന്ന് പറഞ്ഞ ഉത്തരമാണ്. അപ്പോൾ അജണ്ട രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ മുഖ്യമന്ത്രി അവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്ന UDF ജമാഅത്തെ ബന്ധം എടുത്തുയർത്തിയിരിക്കുകയാണ്. അത് 2 ദിവസമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. UDFും ജമാഅത്തെ ഇസ്ലാമുമായി പണ്ടേയുള്ള ബന്ധം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി 87-ലെ കഥ അതുമുതലുള്ള ചരിത്രം മുഴുവൻ പറയുന്നുണ്ട്. അതിന് മറുപടിയായി ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ തന്നെ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നിങ്ങളുടെ പഴയ ബന്ധത്തെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. അതിലും വിവാദമുണ്ട്. അപ്പോൾ CPM ഇലക്ഷൻ്റെ കൊട്ടിക്കലാശം ഒരു ഭാഗം കേരളത്തിൻ്റെ കൊട്ടിക്കലാശം തീരുന്നതിൻ്റെ തലേ ദിവസം ജമാഅത്തെ ഇസ്ലാമി വിവാദം ഒന്ന് സജീവമാക്കുകയും വീണ്ടും അവർ ഉദ്ദേശിച്ച അജണ്ടയിലേക്ക് കാര്യങ്ങൾ പോകാൻ ശ്രമിപ്പിക്കുകയുമാണ്. ഇതിനിടയ്ക്ക് നമ്മൾ വിട്ടുപോയ അല്ലെങ്കിൽ പ്രചരണത്തിൽ മുൻകൈ നേടുമെന്ന് നമ്മൾ വിചാരിച്ച സംഭവം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്, സ്വർണ്ണപ്പാളിയാണ്. ആ വിവാദം എവിടെ പോയി? ആ വിവാദം ഇപ്പോൾ 12-13 ദിവസമായി അറസ്റ്റ് നടന്നിട്ട്. ഏറ്റവും അവസാനം അറസ്റ്റ് നടന്നത് പത്മകുമാറിൻ്റെ ആയിരുന്നു. പത്മകുമാറിനെ ഒരു കേസിൽ കൂടി ഇന്നലെ മെനിങ്ങാന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ അറസ്റ്റ് പത്മകുമാറിൻ്റെതാണ്. അതിനുശേഷം പിന്നെ 10-12 ദിവസമായി അറസ്റ്റ് നടക്കുന്നില്ല. മന്ത്രിയെ അറസ്റ്റ് ചെയ്യണോ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. ഈ അന്വേഷണം എന്തു പറ്റി? ഇതിനകം തന്നെ പ്രതിപട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള ആളുകളുടെ 1-2-3 പേരുകൾ ബാക്കിയുണ്ട്. അവരെ പോലും അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതെന്താ, സ്വർണ്ണപ്പാളി അന്വേഷണം നിലച്ചിരിക്കണം. കാരണം ശ്രദ്ധ മാറുന്നു, മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു SIT ഒരല്പം മന്ദഗതിയിലേക്ക് പോവുകയാണ്. പക്ഷേ കോടതിയിൽ നിന്ന് അവർക്ക് കുറച്ചു കാലം കൂടി കേസിൽ മുന്നോട്ട് പോകാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മെല്ലെ പോയാലും മതി. പക്ഷേ പൊതുജന ശ്രദ്ധയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന സ്വർണ്ണക്കൊള്ള വിവാദവും അത് സംബന്ധിച്ച കാര്യങ്ങളും എല്ലാം ആവിയായി പോകുന്ന ഒരു സാഹചര്യം എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാർ ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു എന്ന ഘട്ടത്തിൽ ഇപ്പോൾ സർക്കാർ അത് പുതിയൊരു ന്യായം പറയുകയും അതോടൊപ്പം ജമാഅത്തെ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയുമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇനി ഈ 3 കാര്യങ്ങൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടായി മാറുമോ? നമ്മൾ ശ്രദ്ധിക്കാതെ ഇതിനിടയ്ക്ക് പോകുന്ന ഒരു സൈലൻറ്റ് ഫാക്ടർ നടക്കുന്നുണ്ട്. അത് ക്ഷേമ പെൻഷനുകളുടെ വിതരണമാണ്. ക്ഷേമ പെൻഷൻ വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ആളുകളുടെ കയ്യിലെത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് സർക്കാർ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. ആളുകളുടെ കയ്യിലേക്ക് 10,000 രൂപ കിട്ടുന്ന 1000-ന് മുകളിൽ കുടിശ്ശികയോടെ ചേർത്താൽ അത്രയും കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സൈലൻ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നുണ്ട്. അത് വളരെ സാധ്യതയുണ്ട് LDFന് അനുകൂലമായി കാര്യങ്ങളെ തിരക്കാൻ. പ്രാദേശികമായ വിഷയങ്ങൾ എങ്ങനെയിരിക്കും? UDFിനകത്തെ തർക്കങ്ങളും LDFിനകത്തെ പിണക്കങ്ങളും അതുപോലെ തന്നെ BJPയുടെ പ്രസൻസും എങ്ങനെയിരിക്കും? ഇതെല്ലാം മറ്റൊരു വിഷയമാണ്. അത് വേറെ രീതിയിൽ കാണണം. പക്ഷേ വിവാദങ്ങൾ സജീവമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വോട്ടായി മാറാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള പ്രീസിഡൻസ് ഇല്ലായിരിക്കാം. പക്ഷേ ഇതെല്ലാം വളരെ സജീവമായി നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സർക്കാർ ഡിഫൻസിലായി നിൽക്കുന്ന ഒരു ദിവസമാണെന്ന്. നാളെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമാണ്. അത് കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ പ്രചരണം അവസാനിക്കും. ഇത് വോട്ടായി മാറാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഈ സമയത്ത് മറന്നു പോകുന്ന വിസ്മൃതിയിലേക്ക് പോയ ഒരു 2 ആഴ്ചയായി ആരും ചർച്ച ചെയ്യാത്ത, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിവിൽ പോയ ഇപ്പോൾ 10-ാം ദിവസമാണ്, 10 ദിവസം. ഈ 10 ദിവസമായി ആളുകൾ ചർച്ച ചെയ്യാത്ത സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും? ആ കാര്യം ജനങ്ങൾ മറക്കുമോ? ഈ വിവാദത്തിനിടെ കോൺഗ്രസ് പരമാവധി ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ തന്നെ ദൗർബല്യം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലുള്ള പല തർക്കങ്ങൾ കൊണ്ട് പലയിടത്ത് വെച്ച് ഫോക്കസ് നഷ്ടപ്പെട്ടു പോയ ഒരു ആക്ഷേപമായിരുന്നു സ്വർണ്ണക്കൊള്ള വിവാദം. ഈ 2020-ലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അന്ന് ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത് സ്വർണത്തിനും സരിതയ്ക്കും പുറകെ പോയതുകൊണ്ട് വോട്ട്
ഇടതുപക്ഷം കൊണ്ടുപോയി. നിങ്ങൾ ഈ വിവാദങ്ങളല്ലാതെ ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ജനങ്ങളോട് സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ വോട്ട് കിട്ടിയേനെ എന്നുള്ളതാണ്. അത് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇത്തവണ ജമാഅത്തെ ഇസ്ലാമി വളരെ സജീവമായി CPM ഒരു സംസ്ഥാന വ്യാപകമായ വിഷയമായി എടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് സ്വർണ്ണക്കൊള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി UDF ഉയർത്തിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഒരു മുകളിൽ നിന്ന് നോക്കുമ്പോൾ, ഒരു മാക്രോ ലെവലിൽ നോക്കുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി തോന്നുക. ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതൊക്കെ വോട്ടർമാരോട് രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് പലയിടത്തും രാഷ്ട്രീയ പാർട്ടികൾ ഈ വോട്ടഭ്യർത്ഥനയുമായിട്ടൊക്കെ പോകുമ്പോൾ ഇത് സംബന്ധിച്ച് ചോദ്യം ജനം ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ശബരിമലയുടെ കാര്യം, രാഹുലിൻ്റെ കാര്യം എല്ലാവർക്കും അമ്പ് കൊള്ളുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളൊരു വിഷയമാണ് ഇപ്പോഴത്തെ കാലത്ത് ഇത് ജനങ്ങൾക്കിടയിൽ കാര്യമായി ചർച്ച നടക്കുകയും മാധ്യമങ്ങൾ വളരെ സജീവമായി നിൽക്കുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുള്ള രണ്ട് പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളാണ്. ചില്ലറക്കാരല്ലല്ലോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അകത്ത് കിടക്കുന്നത്. CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗം ആണല്ലോ ഒരാളെങ്കിലും. മറ്റേയാൾ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ആളും ഒരു മന്ത്രിയുടെ PA ഉള്ള ആളാണല്ലോ. 2 പേർ അങ്ങനെ ജയിലിലുണ്ട്. ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട MLA, ഉയർന്നു വരുന്ന യുവരാജാവാണ് ജയിലിലേക്ക് പോകാനുള്ള അവസരം കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ എവിടെയോ മായാവിയായി നിഗൂഢ സ്ഥലത്തിൽ ഒളിവിൽ കഴിയുകയാണ്. പക്ഷേ അയാളെ കോൺഗ്രസ് പുറത്താക്കിയിട്ട് പന്ത് CPMൻ്റെ കോർട്ടിലേക്ക്, സർക്കാരിൻ്റെ കോർട്ടിലേക്ക് തിരിച്ചടിച്ചിട്ട് നിങ്ങളാണ്, ഇന്ന് മുരളീധരൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാദം, ഒളിപ്പിക്കുന്നത് നിങ്ങളാണ്, ഞങ്ങളല്ലല്ലോ, ഞങ്ങൾക്കെന്താ ഇയാളുമായിട്ടുള്ള ബന്ധം. മുഖ്യമന്ത്രി ഇന്നും ആ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ മുൻകൂർ ജാമ്യ ഹർജി നടക്കുമ്പോൾ തൊടില്ല എന്നൊരു ഡിഫൻസ് കൂടാതെ എടുത്തു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പറയോ, ഈ കോൺഗ്രസ്സുകാർ തന്നെ പറ, ഇപ്പോഴെങ്കിലും പറ, എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, നിങ്ങൾ പിടിച്ചാൽ മതി എന്നുള്ളതാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളിൽ വിവാദം ഒരു പ്രധാനപ്പെട്ട സ്വാധീന ഘടകമായി മാറുന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നുണ്ട്. ഇത് വോട്ടായി മാറുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ്, ഈ വിവാദങ്ങൾക്കപ്പുറം ഗ്രാസ് റൂട്ട് ലെവലിലെ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാകുന്നതോടൊപ്പം സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണം ഒരു സജീവ ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു മേൽക്കൈ ഓരോ സ്ഥലങ്ങളിലെയും വളരെ സാധാരണ മനുഷ്യർക്കിടയിലെ വോട്ട് ബേസ്, അതാണ് CPMൻ്റെയും LDFൻ്റെയും കോൺഫിഡൻസ്. ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പിൽ 2010 മാത്രമാണ് UDFന് എന്തെങ്കിലുമൊക്കെ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പഴയ ജില്ലാ കൗൺസിലായാലും അതിനുശേഷമുള്ള ത്രിതല ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ട്രക്ചറായാലും ഒരു കാലത്തും UDFന് മേൽക്കൈ നേടാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അവിടെയാണ് ഒരു തവണ കൂടി തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDFന് അപ്പോൾ തന്നെ അവരുടെ മെഷീനറി കൊണ്ട് ഒരു മേൽക്കൈ ഉണ്ട് എന്നവർ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത്തവണത്തെ വിവാദങ്ങൾ ജനങ്ങൾ സംസാരിക്കുന്നു, ജനങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അതും മറ്റ് കാര്യങ്ങൾക്കൊപ്പം ചർച്ചയായും വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകമായും മാറിയേക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.